ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സൺഡേ ആയതുകൊണ്ട് പള്ളി പോകാമെന്നായിരിക്കും അല്ലേ നിങ്ങൾ ഓർക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ പള്ളി പോകുന്നില്ല. കാരണം എഫ്രൂന് മിനിങ്ങാന്ന് പനിയായിരുന്നു. അത് ഒറ്റ ദിവസമേ പനിച്ചുള്ളൂ. പക്ഷേ അതിനുശേഷം അവന് വയറിന് പ്രോബ്ലം തുടങ്ങി. അപ്പോൾ അതൊന്ന് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകാനിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കല്ല, അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ട് നമുക്കധികം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. അവൻ നല്ല ആക്റ്റീവൊക്കെയാണ്, ഫുഡൊക്കെ കഴിക്കും, വെള്ളം കുടിക്കും, അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു ചെറിയ ക്ഷീണമുണ്ട്. ടാറ്റ ടാറ്റ. അപ്പോൾ ഇന്ന് നമ്മൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്കൂട്ടറിന് തന്നെ ആട്ടോ പോകുന്നത്. അതുമാത്രമല്ല, ആശുപത്രി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാർ പാർക്കിംഗ് ചെയ്യാൻ കുറച്ച് ദൂരെ ചെന്നാണ് പാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് നടന്ന് കയറേണ്ടി വരും. അതെല്ലാം ഒഴിവാക്കാൻ നമുക്ക് സ്കൂട്ടറിൽ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റും. എഫ്രൂനെ കൊണ്ട് ഞാൻ അങ്ങനെയൊന്നും സ്കൂട്ടറിൽ ട്രാവൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ടർക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. രാവിലെയല്ലേ പോകുന്നത്, നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഹന്നൂട്ടിയെ കൊണ്ടുവന്നില്ല, അവൾ എഴുന്നേറ്റിട്ടുമില്ല. വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും വന്നിട്ടുണ്ട്. ഹന്നൂട്ടിയെ അവർ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. എവിടാ വന്നേ? എവിടാ കൊച്ച്? എവിടാ വന്നേ? ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് നമ്മൾ പുറത്തുനിന്ന് അങ്ങ് മേടിച്ച് വീട്ടിൽ അട ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ പുറത്തുനിന്ന് കഴിക്കാനൊരു മോഹം, അങ്ങനെ അത് മേടിച്ച് നമ്മൾ തിരിച്ചു പോവുക. ടാറ്റ പോവാം. ബാ ഞങ്ങൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പം വീട്ടിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും ഹന്നൂട്ടി എഴുന്നിട്ട് അടയൊക്കെ കഴിക്കാൻ തുടങ്ങിയായിരുന്നു. ഇങ്ങനെ തേങ്ങാപ്പീരയൊക്കെ വെച്ച അട നല്ല ടേസ്റ്റാന്ന് പറഞ്ഞ് കഴിക്കുമായിരുന്നു കേട്ടോ. ഹോട്ടലിൽ നിന്ന് നമ്മൾ പൊറോട്ടയും അതേപോലെ ഇടിയപ്പമാണ് മേടിച്ചത്. ഇഫ്രൂന് വേണ്ടിയാണ് ഇടിയപ്പം മേടിച്ചത്. അപ്പോൾ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ കൈ അടിക്കാറുണ്ട് കേട്ടോ. ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കൈ അടിച്ചുകൊണ്ട് കഴിക്കുന്നത്. അങ്ങനെ പിള്ളേരുടെ കാര്യമെല്ലാം സെറ്റായി കഴിഞ്ഞ് ഞാനും കഴിക്കാനിരുന്നേ. ഞാൻ പൊറോട്ടയാണ് എടുത്തത്. അപ്പം ഞാൻ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ മുട്ടക്കറി മേടിച്ചിട്ടുണ്ട്. എന്നാൽ കടലക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇച്ചിരി ഇട്ടൊന്ന് കഴിച്ച് നോക്കി. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്കൊത്തിരി ഇഷ്ടമായി. ഇതാണ് എഫ്രൂൻ്റെ പാത്രം. അവന് ഇത്രയും കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ പനങ്കൽക്കണ്ടം പാനിയാണ് കൊടുത്തത്. അപ്പോൾ അവന് വയ്യാഞ്ഞുകൊണ്ട് അധികം കറിയൊന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ച് പനങ്കൽക്കണ്ടം പാനി കൂട്ടിയാണ് കൊടുത്തത്. അപ്പോൾ അതും അവന് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കടലക്കറി കൂട്ടി തിന്ന് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോഴോർത്തത് എന്നാൽ കടലക്കറി തന്നെ മതിയായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ട എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് അപ്പോൾ എനിക്കുള്ളത് കടലക്കറി അങ്ങനെ അധികം മേടിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇത്രയും മാത്രമേ കടലക്കറി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാട്ടോ എനിക്ക് വേണ്ടി മേടിച്ച മുട്ടക്കറി മേടിച്ചതിനൊരു കാരണമുണ്ട് കേട്ടോ. എൻ്റെ ചെറുപ്പകാലത്ത് എവിടെ പോകുമ്പോഴും ഹോട്ടലിൽ നിന്ന് മെയിനായിട്ട് മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ഫുഡെന്ന് പറയുന്നത് പൊറോട്ട മുട്ടക്കറിയായിരുന്നു. അന്നത്തെ കാലത്ത് ഇന്ന് ഉള്ളത്രയും വെറൈറ്റീസ് ഫുഡിൽ ഇല്ലായിരുന്നു. വളരെ കുറച്ച് ഫുഡ് ഐറ്റംസ് മാത്രമേ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഓപ്ഷൻസ് നമുക്ക് വളരെ കുറവായിരുന്നു. അക്കാലത്ത് നോൺ വെജ് മേടിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമായിരിക്കും. അത് മിക്കപ്പോഴും സൺഡേയും ആയിരിക്കും. ഞാനാണ് ആ സമയത്ത് നോൺ വെജ് കഴിക്കുകയില്ലാത്ത ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും നമുക്ക് കുറച്ച് നല്ല ടേസ്റ്റ് ഫുഡെന്ന് പറഞ്ഞാൽ ഈ ഒരു പൊറോട്ടയും മുട്ടക്കറിയായിരുന്നു. ആ ഒരു ടേസ്റ്റിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അതുകൊണ്ട് ഇപ്പോഴും ഈ പൊറോട്ടയും മുട്ടക്കറി എന്ന് പറയുമ്പോൾ അതിനോടൊരു പ്രത്യേക ഒരു താല്പര്യമാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരാൾ ടി വി കാണാനായിരുന്നു, ഒരാൾ നല്ല ഉറക്കമാണ്. അപ്പോൾ ഏത് നിമിഷം വേണേലും എണ്ണിക്കും. അതിന് മുന്നേ എത്രയും പെട്ടെന്ന് നമുക്കെന്നാൽ കുറച്ച് മീൻ പൊരിക്കാമെന്ന് കരുതി ഞാൻ മീനൊക്കെ പൊരിച്ച് വെച്ച് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്ക് കറി എന്തായിരുന്നെന്ന് കാണിക്കാവേ. ഇത് ചേമ്പില തോരനാണേ.
ചേമ്പിൻതാള് അങ്ങനെ എങ്ങാണ്ടും കൂടെ പറയുമെന്ന് തോന്നുന്നത്. പിന്നെ അടുത്തത് ഇത് ക്യാരറ്റ് തോരൻ വെച്ചത്. അടുത്തത് നമ്മൾ മുമ്പേ പൊരിച്ച മീൻ ഒരു കഷ്ണം കൂടെ ഉണ്ടായിരുന്നേ, അത് പപ്പ എടുത്തായിരുന്നു. അടുത്തത് ഇനിയുള്ളത് നമുക്ക് ചിക്കനുണ്ട്. ഇത് ഇന്നത്തെ അല്ല, ഇന്നലെ വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ആവശ്യമുള്ളവർക്ക് ചിക്കനുണ്ട്. പിന്നെ ഫൈനലി നമുക്ക് ഒഴിച്ച് കറിയായിട്ട് നമുക്ക് മോര് കറിയുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടി നല്ല അടിപൊളിയായിട്ട് ചോറൊക്കെ ഉണ്ട്. കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞ് എന്നാൽ പിന്നെ ഷട്ടിൽ കളിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി. ഞാനെന്ന് വെച്ചാൽ ഇപ്പോൾ എങ്ങും ഒന്നും ഇല്ലാത്തതുകൊണ്ട്, മോൻ്റെ ഡെലിവറിക്ക് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങും പോകുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഒട്ടും എക്സസൈസ് ഇല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം, അവധിയുള്ള ദിവസങ്ങളിലെല്ലാം ചിലപ്പം കളിച്ചാലായി. ശരിക്കും പറഞ്ഞാൽ കളിക്കാനൊന്നും അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് ഒരു എക്സസൈസ് എന്നുള്ള രീതി മാത്രമാണ് നമ്മൾ ഇതിനിറങ്ങുന്നത് കേട്ടോ. ഷട്ടിൽ കളിയെക്കാട്ടിലും കൂടുതൽ ഈ കോർക്ക് പിറക്കാനാട്ടോ സമയം പോയത്. കാരണം ഞാൻ അടിക്കുന്ന മൊത്തം താഴെ പോകുന്നതുകൊണ്ട് അത് പിറക്കെടുക്കാനും കുറേ വീടിന് മുകളിൽ പോകും, അത് പിറക്കാനും ഒക്കെയാണ് സമയം പോയത്. ഗേറ്റ് തുറന്ന് വെളിയിൽ പോകാൻ വേണ്ടി കളി ചെയ്യുന്ന കണ്ടാണേ. മോഹൻ ചെന്നടിക്കും. എന്നാ കാണിക്കുവാ? എവിടെ പോവാനാ? എന്തേരെ കുളിക്കാനും തുറക്കുകയല്ലടാ. അങ്ങോട്ട് പോവാം, തിരിച്ചു പോവാം. അത് പൊക്കിട്ടാണോ? അറിയാം, എങ്ങനെ പഠിച്ചു? തല പോയി പിടിക്കുള്ളൂ. അത് പൊക്കാനാവും പഠിച്ചു. ഡാ എന്നടക്കുവാടാ. എവിടെ പോകാനാ കൊച്ചിന്? എവിടെയാ പോണ്ടേ? പുറത്തു പോണോ? ടാറ്റ പോണോ? ആ ചെറുക്ക ഗേറ്റ് ഒടിഞ്ഞു പോകും. നമുക്ക് പോയി ബോൾ കളിക്കാം. കൈ കണ്ടോ? കരി തലയിടിക്കും. അയ്യാ, തല ഇടിക്കും. ഇപ്പൊ പല്ലും പോകും. തല അതോടാ. മറക്കി കേറട്ടെ. തലക്കിട്ട് അടിക്കുക. എവിടെ പോവാ? എവിടെ പോവാന്ന്? ടാറ്റ കൊടുക്കുന്നു. അവിടെ പട്ടി ഉണ്ട് കേട്ടോ. ഓ, തലയിടിക്കും. ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.